മനുഷ്യൻ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഒരു ഉത്തരവാദിത്തമല്ല, അത് അവന്റെ തന്നെ നിലനിൽപ്പിനായുള്ള അവസാന പോരാട്ടമാണ്. ശ്വസിക്കുന്ന വായുവിൽ നിന്ന് കുടിക്കുന്ന വെള്ളം വരെ ജീവന്റെ ഓരോ തുള്ളിയും പ്രകൃതിയുടെ കരുണയിൽ നിന്നാണ്. എന്നാൽ സ്വാർത്ഥതയുടെ കണ്ണാടിയിലൂടെ ലോകത്തെ കാണാൻ തുടങ്ങുന്ന മനുഷ്യൻ കാടുകൾ നശിപ്പിക്കുകയും നദികളെ വിഷമയമാക്കുകയും ആകാശത്തെ പോലും മലിനമാക്കുകയും ചെയ്യുമ്പോൾ പ്രകൃതിയുടെ സമത്വം തകർന്നടിയുന്നു. അതിന്റെ പ്രതിഫലനമായി കാലാവസ്ഥ ക്രൂരമാകുന്നു, മഴ കോപമാകുന്നു, ഭൂമി തന്നെ മനുഷ്യനോട് പ്രതികരിക്കുന്നു. അതിനാൽ പ്രകൃതിയുടെ ഭാവം മാറുന്നത് അതിന്റെ സ്വഭാവം കൊണ്ടല്ല, മനുഷ്യന്റെ സ്വഭാവം തെറ്റുന്നതിനാലാണെന്ന് മനസ്സിലാക്കുക. പ്രകൃതിയെ രക്ഷിക്കുന്നത് മനുഷ്യനെ രക്ഷിക്കുന്നതാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ മാത്രമേ ഈ ലോകത്തിന് ഒരു ഭാവി ഉണ്ടാകൂ. കടലും കണ്ടേ, കരിയാടണ കാടും കണ്ടേ, ഒടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാറ്റി. കടലും കണ്ടേ, കരിയാടണ കാടും കണ്ടേ, ഒടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാറ്റി. വെണ്ണുകിലും കണ്ടേ, ഓരത്തൊരു മലരും നീക്കേ, അടിമാറും തീയെ കണ്ടേ ഞാനെന്ന ഭാവം മാറ്റി. കടലും കണ്ടേ, കരിയാടണ കാടും കണ്ടേ, ഒടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാറ്റി. ഭൂമിയിലെ മനുഷ്യകുലത്തിന്റെ സൗകര്യവർദ്ധനവും സുഖഭോഗങ്ങൾക്കും അതിരില്ലാത്ത ആർത്തിക്കും വേണ്ടിയുള്ള നിരന്തര ചൂഷണങ്ങൾ മൂലം ഭൂമി വാസയോഗ്യമല്ലാതായിരിക്കുമോ എന്ന ഭയം ലോകത്തെമ്പാടും ഉടലെടുത്തു കഴിഞ്ഞിട്ടുള്ള ഇക്കാലത്ത് മനസ്സാക്ഷിയില്ലാത്ത ചൂഷണങ്ങൾ ഭൂമിക്ക് മേൽ നാം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണം എന്നത് ഓരോരുത്തരുടെയും സ്വയം സംരക്ഷണമാണെന്ന് തിരിച്ചറിയും. സ്വന്തം വീട്ടിൽ അടുക്കളയിൽ നിന്നാണ് ചിലതെല്ലാം ചെയ്തു തുടങ്ങേണ്ടത്. ഇതിനായി ഹരിതബോധമുള്ള ഒരു മനസ്സുണ്ടാക്കൽ വളരെ പ്രാധാന്യമുള്ളതാവുകയാണ്. നമ്മുടെ ചുറ്റുപാടിനെ അറിയാൻ ശ്രമിക്കലാണ് ഇതിൻ്റെ ഒന്നാമത്തെ പാഠം.